കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് സാധനങ്ങൾ എറിഞ്ഞു നൽകിയാൽ 1000 മുതൽ 2000 രൂപ വരെ കൂലി ലഭിക്കും എന്ന് വെളിപ്പെടുത്തൽ. മൊബൈൽ ഫോൺ എറിഞ്ഞു നൽകുമ്പോൾ പിടിയിലായ അക്ഷയാണ് മൊഴി നൽകിയത്. ആഴ്ചയിൽ ഒരു ദിവസം ഇതിനായി തിരഞ്ഞെടുക്കാറുണ്ട് എന്നാണ് മൊഴി. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, എന്താണ് ഇപ്പോൾ പോലീസ് നൽകിയിരിക്കുന്ന മൊഴി? ഈ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മൊബൈൽ ഫോൺ എറിഞ്ഞു നൽകുന്നതിനിടെ ഞായറാഴ്ചയാണ് ഈ അക്ഷയ് പിടിയിലായത്. അക്ഷയ്ക്കൊപ്പം മറ്റു 2 പേർ കൂടി ഉണ്ടായിരുന്നു. അവർ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ അന്വേഷണം പോലീസ് നടത്തുന്നുമുണ്ട്. ഈ അക്ഷയെ പോലീസ് ചോദ്യം ചെയ്തു. അതിലൂടെയാണ് ഇപ്പോൾ ഈ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഈ മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെ ലഹരി മരുന്നുകൾ ഉൾപ്പെടെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എറിഞ്ഞ് നൽകുന്നതിൽ അതിന് ഈ കൂലി വാങ്ങിയുള്ള പ്രത്യേക സംഘം ഇതിനായി പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ് അക്ഷയ് പറയുന്നത്. 2 വിഭാഗമുണ്ട്. ഒന്ന്, ഈ ജയിലിനകത്തെ തടവുകാരുമായി ബന്ധമുള്ള ആൾക്കാരുണ്ട്. അതോടൊപ്പം തന്നെ ഈ കൂലിക്ക് 1000 മുതൽ 2000 വരെ കൂലി വാങ്ങി ഇങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം ഈ പുകയില ഉൽപ്പന്നങ്ങൾ, ലഹരി മരുന്നുകൾ, മൊബൈൽ ഫോണുകളൊക്കെ കെട്ടായി എറിഞ്ഞു നൽകുന്ന മറ്റു സംഘവും പ്രവർത്തിക്കുന്നുണ്ട്. ഇവരുടെ രീതി കൂടി പോലീസ് പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: ആദ്യം വിസിറ്ററായി മറ്റൊരാൾ ഈ തടവുകാരനെ കാണാൻ പോകും. ആ തടവുകാരൻ ആ സമയത്ത് ഒരടയാളം പറയും. അതായത് ജയിലിനകത്തുള്ള കൃത്യമായ ഒരു സ്ഥലം, അത് പ്രത്യേകിച്ച് തെങ്ങുകളൊക്കെയാണ് അടയാളമായി പറയാറ്. മതിലിന് തൊട്ട് ചേർന്നുള്ള ഭാഗത്തുള്ള തെങ്ങുകളൊക്കെ ഉണ്ട്. അപ്പം അതേതെങ്കിലും ഒരു അടയാളം കൃത്യമായി ഇവർക്ക് ഈ വിസിറ്റർക്ക് പറഞ്ഞു കൊടുക്കും. അതിനുശേഷം ഈ വിസിറ്റർ ഈ കൂലി വാങ്ങി ഇത്തരം എറിഞ്ഞു കൊടുക്കുന്ന സംഘത്തിന് ആ കൃത്യമായ അടയാളം കൈമാറും. അതനുസരിച്ചാണ് ഇവർ അവിടെ എത്തി ഇത് എറിഞ്ഞു നൽകുന്നത്. അതിനുശേഷം ഇത് അവിടെ ഈ ക്യാമറ നിരീക്ഷണം ഒന്നുമില്ലാത്ത സ്ഥലമായിരിക്കും ഇവർക്ക് അടയാളമായി പറഞ്ഞു കൊടുക്കുക. അത് പോയി എടുക്കാനും മറ്റൊരു സംഘം ജയിലിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതിനുശേഷം കൃത്യമായി അവർ അത് ഏത് സെല്ലിലാണോ ആർക്കാണോ എത്തിക്കേണ്ടത് അത് കൃത്യമായി എത്തിക്കും. ഇതാണ് ഇവരുടെ ഒരു രീതി എന്നുള്ളത്. വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരം തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പിടിയിലായിട്ടുള്ള അക്ഷയിൽ നിന്ന് പുറത്തു വരുന്നത്. കൂലി വാങ്ങിയാണ് ഇത്തരം സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. മറ്റ് തടവുകാരുമായി അടുത്ത ബന്ധമുള്ള ആൾക്കാരും ഇതുപോലെ തന്നെ എറിഞ്ഞു നൽകാറുണ്ട് എന്ന വിവരം കൂടിയാണ് അക്ഷയുടെ മൊഴിയിലൂടെ പുറത്തു വരുന്നത്. ശരി, അരുൺ പൂപ്പറമ്പയാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.